Good morning all. നമ്മളെ പെർസ്പെക്റ്റീവ് സോഷ്യോളജിയിലെ പാർട്ട് 6 സിംബോളിക് ഇൻ്ററാക്ഷനിസം എന്ന ടോപ്പിക്കാണ് അടുത്തതായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത് അത് the unit introduced the school of symbolic interactionism date back to the early 20th centuries, but it has relevance even in the post-modern era. ആ കാലഘട്ടത്തിലത്തെ ഇൻ്റർനാഷണലിസത്തെയാണ് സിംബോളിക് ഇൻ്റർനാഷണലിസം ഉള്ളത് കൊണ്ടില്ലായിരുന്നത്. ഇത് ക്ലാസിക്കൽ ബേസിക് തിയറി ഓഫ് ഏർലി തിങ്കേഴ്സ്. ഇതിൽ നമുക്ക് ക്ലാസിക്കൽ ബേസിക്കലായിട്ടുള്ള ഏർലി തിങ്കേഴ്സിൻ്റെ തിയറീസ് ഉണ്ട്. പിന്നെ അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ സോഷ്യോളജി ഈസ് എ ഡെവലപ്ഡ് ഡിസിപ്ലിൻ ഇൻ ദ 20th സെഞ്ച്വറിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു തിയറീസാണ് ഏതെന്ന് പറയുന്നത് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറലിസത്തിൽ നിന്നുള്ള സോഷ്യൽ ബിഹേവിയറിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ സോഷ്യൽ സ്ട്രക്ചർ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ പുതിയ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ള ഒരു ഇതാണ് ഏതെന്ന് പറയുന്നത് സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. സോഷ്യോളജി വിത്ത് ഇസ് എവല്യൂഷണറി ഫങ്ഷണൽ ഫ്രെയിംവർക്ക് വിത്തിൻ മാക്രോസ്. സോഷ്യോളജിയിൽ കുറേ എവല്യൂഷണറി ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഒരു മാക്രോ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്സ് ആയിരുന്നു. അതിനിടെ ഫങ്ഷണൽ സ്ട്രക്ചറൽ ഫ്രെയിംവർക്കിന് ശേഷം സോഷ്യോളജിയിലുള്ള എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മാക്രോ പെർസ്പെക്റ്റീവ്സ്നെസ് ആയിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ളതായിരുന്നു ഇത് സിംബോളിക് ഇൻ്ററാക്ഷണലിസം എന്ന് പറയുന്നത്. ഇത് ഈ സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത് ബിഹേവിയറൽ സൈക്കോളജീൻ്റെ വേറൊരു ഡൈവേർഷനായിട്ട് വന്നിട്ടുള്ള 90th സെഞ്ച്വറിയിലേത്തതാണ് ഏത് സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അതുകൊണ്ട് തന്നെ ഇത് എന്ന് പറയുന്നത് ഒരു മൈക്രോ പെർസ്പെക്റ്റീവ് ആസ്പെക്റ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്, സിംബോളിക് ഇൻ്റർനാഷണലിസത്തിനെ കാണുന്നത്. അപ്പോൾ സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? ബിഹേവിയറൽ സൈക്കോളജിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മൈക്രോ പെർസ്പെക്റ്റീവ്സ് ആണ് ഏതെന്ന് പറയുന്നത് സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. അതേസമയം സ്ട്രക്ചറൽ ഫങ്ഷണൽ എവല്യൂഷൻ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മാക്രോ പെർസ്പെക്റ്റീവ്സ്നെസ് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 19th സെഞ്ച്വറീസിൽ വന്നിട്ടുള്ളതായിരുന്നു. ഒരു ചെറിയൊരു സോഷ്യൽ ഇവല്യൂഷനാണ് ഏതെന്ന് പറയുന്നത് സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ സിംബോളിക് ഇൻ്റർനാഷണലിസത്തിലെ ഇൻസ്റ്റെഡ് ഓഫ് വ്യൂയിങ് ദാറ്റ് ഇൻഡിവിജ്വൽ കൺസ്ട്രെയിൻഡ് ആൻഡ് മോൾഡഡ് ബൈ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് നോ പ്രിഫേർഡ് എക്സാമിൻ ഹൗ ഇൻഡിവിജ്വൽ ബിഹേവിയർ ക്രിയേറ്റ് റിലേഷൻഷിപ്പ്. ഇൻഡിവിജ്വൽസിന് എങ്ങനെ എൻ്റെ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽ സൊസൈറ്റി റിലേഷൻഷിപ്പിൻ്റെ റെസിപ്രോക്കൽ ഫാക്ഷൻസ്, അതായത് ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ ആസ്പെക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. അത് ബിഹേവിയർ റിലേഷൻഷിപ്പിനെയാണ് ഇത് പ്രാധാന്യം നൽകുന്നത്, അതിനെയാണ് അത് എക്സാമിൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് വേർ ഇമ്പോർട്ടൻ്റ്ലി സീൻ ബോത്ത് സബ്ജക്റ്റ് ആർ ഏജന്റ് നോട്ട് മിയർലി ഒബ്ജക്റ്റ്. ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള ഒരു മെയിൻ ഘടകമാണ്, അല്ലാണ്ട് അവരെന്തല്ല സൊസൈറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റീവ് വൈസ് ആയിട്ടുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഓരോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിനെയും റിലേഷൻഷിപ്പിനെയാണ് ഇത് ചെയ്യുന്നത് സിംബോളിക്കിൽ ചെയ്യുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റോൾസ് സ്റ്റാറ്റസ് വാസ് ഇംപ്ലിമെന്റഡ് ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് ആൻഡ് കോൺഷ്യസ്. അതായത് സെൽഫായിട്ട് ആൻഡ് കോൺഷ്യസ്നെസ്സിന് ആണ് ഇത് കൊടുക്കുന്നത് സിംബോളിക്, അതായത് സെൽഫ് ആൻഡ് കോൺഷ്യസ്നെസ്. സെൽഫ് ആൻഡ് കോൺഷ്യസ്നെസ്സിനാണ് ഏത് പ്രാധാന്യം കൊടുക്കുന്നത് സിംബോളിക്. അതായത് സെൽഫ് ഇൻഡിവിജ്വൽ ഓരോ സൊസൈറ്റിയിലേത്തെയും ഓരോ ഇൻഡിവിജ്വലിൻ്റെ റിലേഷൻഷിപ്പിനെ, അതായത് സെൽഫ് അസസ്മെൻറ്റിനാണ് ഇത് കൊടുക്കുന്നത്. സോഷ്യൽ പേഴ്സൺ ഹുഡ് ഹാസ് ബീൻ പ്രോസസ് നോട്ട് സിംപ്ലി ആസ് എ ഗിവൺ. The symbolic internationalism is a dynamic and a procedural methodology introduced into sociology as well as notion of social psychology. ഒരു സോഷ്യൽ predominant ചെയ്യുന്നത് ഏതിനെയാണ്? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സോഷ്യൽ സൈക്കോളജിനെയാണ്. ഇതിലത്തെ ഒരു പ്രധാന തിങ്കറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചറിസം ഫങ്ഷണലിസം ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള നമ്മുടെ സോഷ്യോളജിസ്റ്റിലെ തിങ്കറായിരുന്നു ഡർക്കിഹാം. ഇതിനെ സോഷ്യൽ ഫാക്റ്റിലായിട്ട് സോഷ്യൽ
സിംബോളിക്കിലേക്ക് സോഷ്യൽ ഫാക്റ്റിനെ എക്സാമിൻ ചെയ്യുന്ന സൈക്കോളജിക്കൽ കൺസിഡറേഷൻ ടു അതർ കൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസിനാണ്, സെൽഫ് ആൻഡ് സൊസൈറ്റി. അപ്പം ഡർക്കിഹാമും സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള കൺസ്ട്രക്റ്റീവ് വെച്ചത് അത് സെൽഫ് ആൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള കൺസെപ്റ്റിനാണ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതിനാണ് ഇത് സിംബോളിക് ഇൻ്റർനാഷണലിസം കൊടുക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഡിസ്കസിങ് അബൌട്ട് എഫക്റ്റ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, ആ സെൽഫായിട്ട് കൊടുക്കുമ്പോൾ അത് എന്താണ് ഇൻഡിവിജ്വൽ ബിഹേവിയറിനാണ് സിംബോളിക് ഇൻ്റർനാഷണലിസം വർക്ക്ഡ് ഫ്രം ബിലോങ് ടു ട്രൈ ടു ഫൈൻഡ് ഇൻഡിവിജ്വൽ മേക്ക് സെൻസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഫൈൻഡ് മീനിങ്സ് വാട്ട് ദേ ഡു. ഇവർ എന്താ ചെയ്യുന്നത്, ഓരോ ഇൻഡിവിജ്വലും എങ്ങനെയാണ് സൊസൈറ്റിയിൽ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും ഫൈൻഡ് മീനിങ്സ് ഇൻ വാട്ട് ദേ ഡു, അവരെന്താണ് ഒരു സൊസൈറ്റിയിൽ ചെയ്യുന്നത് എന്നുള്ളതും കൂടിയാണ് ഏതിൽ ഇതാക്കുന്നത്, സിംബോളിക്കിൽ ചെയ്യുന്നത്. ഈ സിംബോളിക്കിലേത് ഒരു പ്രധാന തിങ്കറാണ് ജോർജ് ഹെർബർട്ട് മീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിംബോളിക്കൽ സോഷ്യോളജിസ്റ്റാണ്, ഒരു തിങ്കറാണ് ആര്, ജോർജ് ഹെർബർട്ട് മീഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ്, അമേരിക്കൻ തിങ്കറാണ്, ഒരു സോഷ്യോളജിസ്റ്റാണ്, സിംബോളിക് ഇൻ്ററാക്ഷൻസിൻ്റെ ഒരു തിങ്കറാണ്, ഫിലോസഫറാണ്. ഈ ടോട്ട് ഫിലോസഫി ആൻഡ് സോഷ്യൽ സൈക്കോളജി ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ ആൻഡ് ഹി നെവർ പബ്ലിഷ്ഡ് ഇൻ ദ ബുക്ക്. അദ്ദേഹത്തിൻ്റെ ബുക്കായ മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി ഫ്രം ദി സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ സോഷ്യൽ ബിഹേവിയർ എന്നുള്ളതിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സിംബോളിക് ഇൻ്റർനാഷണലിസത്തിനെ കുറിച്ചിട്ട് വിവരിച്ചിട്ടുണ്ട്. ആ ബുക്ക് എന്ന് പറയുന്നത് 1934 പബ്ലിഷ് ചെയ്തതാണ്. അത് മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള അതിൽ ഏതിനെ കുറിച്ചിട്ടാണ്, സിംബോളിക് ഇൻ്റർനാഷണൽ ഇൻഡിവിജ്വലിൻ്റെ എന്തിനെ കുറിച്ചിട്ട്, സെൽഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടുള്ളതാണ് അതേപോലെ ബുക്കിൽ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ദ ഫൗണ്ടേഷൻസ് ഓഫ് സിംബോൾ, അങ്ങനെയാണ് അദ്ദേഹത്തിന് ഫൗണ്ട് ചെയ്യുന്നത്, സിംബോളിക് ഇൻ്റർനാഷണലിസത്തിനെ ഫൗണ്ട് ചെയ്യുന്നത്. ഈ തിയറി പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതർ തിയറീസ് സെൽഫ് ആൻഡ് കോൺഷ്യസ്നെസ് ഇൻ ദ ബെഡ് റോക്ക് വിച്ച് അതർ തിയറീസ് വെർ ലിമിറ്റ്. മറ്റ് ഇതിൽ നിന്ന് തിയറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സെൽഫ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് ബിൽഡ് ചെയ്തെടുത്തതാണ് ഇതെന്ന് പറയുന്നത് സിംബോളിക് ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. ദ ബേസിക് പ്രിമൈസ് തിയറി ഈസ് എ ഫുൾ സെൽഫ് എമേർജ്. എന്തിനാണ് കൊടുക്കുന്നത്, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സെൽഫ് എമേർജിനാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നോട്ട് ബൈ ഇറ്റ് സെൽഫ് ബട്ട് ത്രൂ ഇൻ്ററാക്ഷൻസ് വിത്ത് അതേഴ്സ്. അല്ലാണ്ട് മറ്റുള്ളതിനെ അല്ലാണ്ട് സൊസൈറ്റിയിലെ ഓരോ ഈ ഇൻഡിവിജ്വലിൻ്റെയും സെൽഫ് കോൺഷ്യസ്നെസ്സിനാണ് ഏത് പ്രാധാന്യം കൊടുക്കുന്നത്, ഈ സിംബോളിക് ഇൻ്ററാക്ഷനിസം. ആര് ഇത് കൊടുക്കുന്നത്, ജോർജ് ഹെർബർട്ട് മീഡ് അദ്ദേഹത്തിൻ്റെ ബുക്കായ മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ള 1934 ഏത് ഇതാക്കിയത്, സിംബോളിക് ഇൻ്റർനാഷണലിസം 1934. ഇത് അമേരിക്കൻ റൈറ്ററാണ് കേട്ടോ, അമേരിക്കൻ റൈറ്ററാണ്. ഓക്കെ, അപ്പോൾ സെൽഫ് മെർജേഴ്സിനാണ് ഇത് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് അവർ ഓൺ സെൽഫ്, നമുക്ക് നമ്മളെ തന്നെയുള്ള വിൽ ഓൾസോ കണ്ടീഷൻ്റെ റെസ്പോൺസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷോർട്ട് വൺ സെൽഫ് റിസീവ്ഡ് ഫ്രം. അതായത് നമുക്ക് നമ്മളെ തന്നെ സെൽഫ് അസസ്മെൻറ്റ് നടത്തുന്നതിനുള്ള ഒരു ഇതായിട്ടാണ്, കമ്മ്യൂണിക്കേഷനായിട്ടാണ് അത് സൊസൈറ്റിയെ കണ്ടിട്ടുള്ളത്, ജോർജ് ഹെർബർട്ട് മീഡ് കണ്ടിട്ടുള്ളത്. ദ മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് ജനറൽ ഗസ്റ്റർ സിംബൽ സിഗ്നിഫിക്കൻസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ദ തിയറി പേഴ്സൺസ് ബിലോങ് സിഗ്നിഫിക്കൻറ്റ് സിംബൽസ് യൂണിവേഴ്സലി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദ കമ്മ്യൂണിറ്റി ആൻഡ് ആക്ടേഴ്സ്, ദ community and other communicate with each other than the shared explain of the meaning. സൊസൈറ്റിയിലെ കമ്മ്യൂണിക്കേഷനും ആ ഇൻഡിവിജ്വലിൻ്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടും കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ വരുന്നത് ഇദ്ദേഹം രണ്ടായിട്ട് പിന്നെ ജനറലൈസ്ഡ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിൽ ഓരോ ഇൻഡിവിജ്വലിനും ജനറലൈസ്ഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ റെഫർ ടു ജനറലൈസ്ഡ് അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് അതിൽ പ്രധാനിക്കുന്ന ഒന്നാണ് ഇത് ജനറലൈസ്ഡ് അതേഴ്സ് എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ജനറലൈസ്ഡ് അതേഴ്സ് എന്ന് പറയുന്നത് ദിസ് ഈവൻ പേഴ്സൺസ് ഇൻ ബൈ ഹെർസെൽഫ് ഷീ വിൽ ബിഹേവ് ആസ് അതേഴ്സ് വെർ പ്രസൻറ്റ് അതർ ബിഹേവിയർ വിൽ ബി കണ്ടീഷൻഡ് ബൈ ദ യൂണിവേഴ്സൽ പ്രസൻസ് ഇൻ ദ ജനറലൈസ്ഡ് അതേഴ്സ്. നമ്മളിപ്പം പേഴ്സണലായിട്ടും പുറത്തും നമുക്ക് രണ്ടായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും അല്ലേ. അപ്പം ജനറലൈസ്ഡ് അതേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് സൊസൈറ്റിയിൽ എങ്ങനെയാണോ അകത്ത് എങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു പാർക്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വേറെ മൈൻഡ് ആയിരിക്കും. അതേസമയം നമ്മൾ സൊസൈറ്റിയിൽ പോയാൽ നമ്മൾ ഒരു എക്സ്ട്രാ കവറിങ് കൊണ്ട് അത് വേറൊരു ഇതായിരിക്കും. അപ്പം അങ്ങനെയുള്ളതല്ലാണ്ട് ഒരു സെൽഫ് അസസ്മെൻ്റ് ആണ് ഇതിൽ നടക്കുന്നത്.
generalized others will be conditioned the universal presupposed presence of the generalized others ആണ്. Like we are essence alone in a poor vacuum, road behave according we are supposed in a combined education society. അത് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. The expectation will shape according to general